ഇത് ഗാസയിലെ റമദാൻ ചിത്രമാണ്. നഷ്ടങ്ങളിലും ചിരിമായാതെ വ്രതശുദ്ധിയുടെ അതിജീവനമാണ് ഇക്കുറി ഫലസ്തീനുകാരുടെ റമദാൻ. യുദ്ധങ്ങളും മരണങ്ങളും പട്ടിണിയും കൊണ്ട് തോരാ ദുരിതക്കയങ്ങൾ താണ്ടുമ്പോഴും വിശ്വാസം കൊണ്ട് അതിജീവനത്തിൻ്റെ പാത വെട്ടിത്തെളിക്കുകയാണ് ഗാസയിലെയും ഖാൻ യൂനിസിലെയും തകർന്നടിഞ്ഞ ക്യാമ്പുകളിൽ താമസിക്കുന്നവർ. കഴിഞ്ഞ നോമ്പുകാലത്തെ നഷ്ടങ്ങളെ ഓർത്തെടുത്ത് ചുറ്റിൽ നിന്നും കാണാമറയത്തേക്ക് എന്നേക്കുമായി നീങ്ങിപ്പോയവരുടെ വിരഹവേദനയിലും പ്രതാപങ്ങളുടെ പുതുവീഥി രചിക്കാനുള്ള മനക്കരുത്താണ് റമദാൻ അവർക്ക് നൽകുന്നത്. ഇസ്രായേൽ അധിനിവേശ സൈന്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര നഷ്ടങ്ങൾ ഗാസ തുരുത്തിൽ വരുത്തിവെച്ചിട്ടുണ്ടെങ്കിലും പോരാട്ടവും സഹനവും കൊണ്ട് വിധിയെ പോരടിച്ച് തോൽപ്പിക്കുകയാണ് അവിടങ്ങളിലെ പച്ച മനുഷ്യർ. ഗാസ മുനമ്പിലെ പാതി തകർന്ന മസ്ജിദുകളിൽ പാതിരാ നമസ്കാരങ്ങൾക്ക് പതിവിലേറെ ജനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തടിച്ചുകൂടിയത്. മസ്ജിദുൽ അഖ്സയിലും വിജയഭേരി മുഴക്കിക്കൊണ്ട് തന്നെയാണ് വിശ്വാസികൾ റമദാനെ ആഘോഷിച്ചത്. ഗാസയിലെ മിക്ക കുടുംബങ്ങളിലും 1-2 പേർ മാത്രമാണ് ജീവിതം തിരികെ ലഭിച്ചവരായുള്ളത്. ഒന്നിച്ചു കൂടെയുണ്ടായിരുന്ന പലരെയും യുദ്ധം നാമാവശേഷമാക്കിയിട്ടുണ്ട്. ഓരോ നിമിഷവും അത്ര കണ്ട് വിലപ്പെട്ടതാണ് ഫലസ്തീനികൾക്ക്. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും കൊല്ലപ്പെടുന്ന നിരപരാധികളുടെ എണ്ണത്തിന് യാതൊരു കുറവും തന്നെയില്ല. ജനങ്ങൾ ഒത്തുകൂടുന്നത് തടയാൻ വ്യാപകമായ റെയ്ഡും അറസ്റ്റുമായി അക്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്രായേൽ സേന. ഷെല്ലാക്രമണവും ശക്തമായുണ്ട്. ദൃഢമായ വിശ്വാസത്തിൻ്റെ 30 നാളുകൾ തികയ്ക്കാൻ മുൻകാലങ്ങളിലേതുപോലെ എത്ര കണ്ട് ചോരപ്പാടുകൾ അതിജീവിക്കേണ്ടതുണ്ട് എന്നതാണ് ഓരോ ഫലസ്തീനിയുടെയും ചോദ്യം. കാരണം ജൂത സൈന്യത്തിൻ്റെ ബൂട്ട് നിരങ്ങാത്ത റമദാനുകൾ ചരിത്രത്തിലില്ല എന്ന യാഥാർത്ഥ്യം കരുതലോടെയാണ് ലോകം കാണുന്നത്. വിശക്കുന്ന മനുഷ്യരുടെ വേദനയിൽ ലോകം പങ്കുചേരുമ്പോൾ ഗസയുടെ പുഞ്ചിരിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.